നന്ദേട്ടൻ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് വിളിച്ച് ഒരു രാഷ്ട്രത്തെ ഇങ്ങനെ ഒരു മാസ്മരികതയിൽ ഇങ്ങനെ പിടിച്ചു നിർത്തിയപ്പോൾ പ്രായം 30. ഇന്നത്തെ യുവതലമുറയ്ക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അദ്ദേഹം അവിടെ പോയി നടത്തിയ പ്രസംഗത്തിൻ്റെ അന്തസത്തയിലേക്ക് കൂടി ഇതിന് ശേഷം വരാം. 30 വയസ്സിൽ ഒരു അംബാസഡർ ചെല്ലുകയാണ്. കേട്ടിട്ടില്ലാത്ത നാട്ടിൽ നിന്ന്, ഒരു അറിവുമില്ലാത്ത ഒരു ധർമ്മത്തിൻ്റെ വിശേഷങ്ങളുമായി, പ്രത്യേകതകളുമായി. തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ അത് ഏറ്റവും അത്യാവശ്യമായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു മെറ്റഫോർ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സിംഹത്തെ അതിൻ്റെ മടയിൽ ചെന്നു വേണം എതിർക്കാൻ. അതാണ് യുവാക്കൾക്ക് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ സന്ദേശം. സർവ്വതും നഷ്ടപ്പെട്ടു പോയി എന്ന നൈരാശ്യത്തിൽ കഴിയാതെ തീർച്ചയായിട്ടും നമ്മളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളോട് മുഖത്തോട് മുഖം, കണ്ണിൽ കണ്ണു നോക്കി, കണ്ണു നട്ട് എതിർക്കാനുള്ള തൻ്റെ ഇടം ഹിന്ദു സമൂഹം നേരിടണം. അതാണ് പി കുഞ്ഞിരാമൻ നായർ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വിവേകാനന്ദ പാറയിൽ എഴുതിയതുപോലെ, നിർജ്ജരാ മരണം ഗർജിക്കുന്ന ആ ഉജ്ജ്വലനായ നരസിംഹമാണ് സ്വാമി വിവേകാനന്ദൻ. അതിൽ നിന്നാണ് ഹിന്ദു സമൂഹം പ്രേരണ ഉൾക്കൊണ്ടേണ്ടത്, പ്രത്യേകിച്ചും യുവാക്കൾ പ്രേരണ ഉൾക്കൊള്ളേണ്ടത്. അദ്ദേഹം ഹിന്ദുധർമ്മത്തിൻ്റെ ആനുകാലിക പ്രസക്തിയെക്കുറിച്ച്, ശാസ്ത്രശുദ്ധമായൊരു ധർമ്മത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് അവിടെ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തെമ്പാടുമുള്ള ഏറ്റവും പ്രസിദ്ധരായ ശാസ്ത്രജ്ഞന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ, സലിംഗരെ പോലെയുള്ള നോവലിസ്റ്റുകൾ, നിക്കോളാസ് ടെൽസയെ പോലുള്ള ആധുനിക ശാസ്ത്രജ്ഞന്മാർ ഒക്കെയും സ്വാമി വിവേകാനന്ദൻ്റെ മാർഗത്തിലേക്ക് വരാൻ തയ്യാറായത്. ഇത് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഹിന്ദു യുവാക്കൾക്ക്, ഭാരതീയ യുവാക്കൾക്ക് ഒരു മാതൃക തന്നെയാണ്, ഒരു മാർഗദർശനമാണ് അദ്ദേഹം നൽകുന്നത്. ഈ അർത്ഥത്തിലാണ് കുഞ്ഞിരാമൻ നായർ അദ്ദേഹത്തിൻ്റെ ആ പ്രസിദ്ധമായ കവിത ഉപസംഹരിക്കുമ്പോൾ പറയുന്നത്, ഏകാന്തം സമാധിസ്ഥനാകും ഈ യോഗീന്ദ്രനെ പാദമർപ്പിക്കെ വീണ്ടും തെങ്കടലല പാടി ഈ വീരയോഗീന്ദ്രനെ ക്ഷണിക്കുക, ഈ വീരയുവാവിനെ, ജീവിത നേതാവിനെ അവരവരുടെ യുവാക്കളുടെ ജീവിത സൗധ ശിലാസ്ഥാപനത്തിന് ക്ഷണിക്കാൻ കവിതയിൽ ആഹ്വാനം ചെയ്യുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഈ കാലഘട്ടത്തിൽ യുവാക്കൾക്ക് ആവശ്യമുള്ളത് തങ്ങളുടെ ജീവിതത്തിൻ്റെ സൗധം, ജീവിതത്തിൻ്റെ കെട്ടിടം, അതിൻ്റെ ശിലാസ്ഥാപനം സ്വാമി വിവേകാനന്ദനെ കൊണ്ട് നിർവഹിപ്പിക്കണം എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. ഏറ്റവും പ്രസക്തമാണ് ഇന്നും എക്കാലത്തും സ്വാമി വിവേകാനന്ദൻ്റെ ആ ദർശനം.